ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവം സാമർഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചർച്ചിന്റെ കൺസ്ട്രക്ഷന്റെ ഒരു ചെറിയ അപ്ഡേറ്റ് തരാനുണ്ട്. പലരും നാട്ടിൽ നിന്ന് ഫോൺ ചെയ്തു, പാസ്റ്ററെ നിങ്ങൾ മേടിച്ച ആ പ്ലോട്ടിലെ കൺസ്ട്രക്ഷൻ നടക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മേടിച്ചതല്ല, വാടകയ്ക്കാണ്. മേടിക്കട്ടെ. നിങ്ങളെല്ലാം പറയുന്നത് ഹിന്ദിയിലൊരു പറച്ചിലുണ്ട്, ആപ്കി മൂ ഗീ ശക്കർ എന്ന് വെച്ചാൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് അതുപോലെ തന്നെ വരട്ടെ. അപ്പൊ ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഇതിലും വലിയൊരു 1.5 ഏക്കറിന്റെ ക്യാമ്പസ് മേടിച്ച് ആയിരക്കണക്കിന് ആത്മാക്കളെ ഈ നോർത്ത് ഇന്ത്യയിൽ നേടി ഒരുമിച്ച് കർത്താവിന് വേണ്ടി വർക്ക് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കർത്താവ് അവസരം തരട്ടെ. ഈ സമയത്ത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം, ഇത് മേടിച്ച സമയത്ത് ഒരു സിമ്പിൾ ഒരു പ്ലോട്ട് ആയിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷെ കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ബാപ്റ്റിസം ടാങ്കിന്റെ മുന്നിൽ. കാരണം 2-2.5 വർഷത്തേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു എല്ലാം ചെയ്തിട്ടിരിക്കാം. ചിലപ്പോൾ കർത്താവ് മേടിക്കാൻ അവസരങ്ങൾ തരുമായിരിക്കും. ഒരു ഷെഡ് ഉണ്ടാക്കുന്നു, നമ്മൾ പല സെറ്റിങ്ങുകളും നടന്നുകൊണ്ടിരിക്കുന്നു. പുറകിൽ ഞങ്ങളുടെ ഓൾറെഡി 80-90 വിശ്വാസികളുണ്ട്. അവരും വന്ന് ഇവിടെ ഒരു 700-800 പേർക്ക് നല്ലോണം ഇരിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹം കാരണം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തെ കൊണ്ട് പറ്റാവുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുക. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നമ്മൾ വിതയ്ക്കുമ്പോൾ കർത്താവ് നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരും. നിങ്ങൾ വീടില്ലാത്തവരാണോ ഈ സമയത്ത്? ഞാൻ പറയുന്നു വീടില്ലാത്തവരുടെ സ്പെസിഫിക്കലി കർത്താവിന്റെ ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി നിങ്ങളുടെ കുടുംബത്തെ കൊണ്ട് പറ്റുന്ന ചെയ്യുക. കർത്താവ് നിങ്ങൾക്ക് വഴികളെ തരും. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ സാലറി ചിലപ്പോൾ 20,000 രൂപ ആയിരിക്കും, അതിൽ നിന്ന് ഞാൻ എങ്ങനെ വീടുണ്ടാക്കാൻ പറ്റുന്നത്? നമ്മുടെ എക്സ്പെക്ടേഷന് 121 സങ്കീർത്തനങ്ങൾ പറയുന്ന മൈ ഹെൽപ്പ് കംസ് ഫ്രം ദ ലോർഡ്, എന്റെ ഹെൽപ്പ് കർത്താവാണ് എനിക്ക് തരുന്നത്. അപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻസ് അല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല പല കാര്യങ്ങൾ ചെയ്യാൻ, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് കർത്താവിന്റെ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ ഒത്തിരി ഉപയോഗപ്പെടുത്തും. നിങ്ങളുടെ കുടുംബത്തിനെയും കൊണ്ട് പറ്റാവുന്നതൊക്കെ സാമ്പത്തിക സഹായങ്ങൾ, പ്രാർത്ഥനാ സഹായങ്ങൾ, ഐഡിയ എല്ലാം തരിക. ഒരുമിച്ച് വരിക. ഒരു 6 മാസത്തിന് ശേഷം വരാനൊരു നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു മിഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുക, അല്ലേ? നോർത്ത് ഇന്ത്യയിലേക്ക് ഫാമിലിയുമായി മിഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുക. വരിക, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നടന്ന് പ്രാർത്ഥിക്കാം, വണ്ടിയിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തണുപ്പ് സമയത്ത് ഒരു നവംബർ മാസങ്ങളിൽ നിങ്ങൾക്ക് വരാം, നിങ്ങളുടെ കുടുംബമായിട്ട് വരിക, പ്രാർത്ഥിക്കുക. ഒരുമിച്ച് വേണ്ടി കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാം. ജീസസ് കിച്ചന് വേണ്ടി ഇന്ന് വരെ ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി. ഇതിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹായങ്ങൾക്കും വേണ്ടി നന്ദി. ഞാനും രതിയും കൂടെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ കർത്താവും തമ്പുരാനും ദൈവമായ യേശുവേ, ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പ, എൻ്റെ നാഥ, ഞങ്ങളെ വിളിച്ച് മൂർത്തികളെ ആരാധിച്ചുകൊണ്ടിരുന്ന, അറിയാൻ പറ്റാത്ത പേരില്ലാത്ത ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെയൊക്കെ വിളിച്ച് മാറ്റി നിർത്തി അങ്ങയുടെ മകനും മകളുമാക്കി വിളിച്ചു നിർത്തിയതിന് നന്ദിയപ്പ. ഞങ്ങളെ വിളിച്ച് അങ്ങയുടെ ആദ്യജാതന്മാരാക്കി മാറ്റിയതിനായി നന്ദിയപ്പ. കർത്താവ്, ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു, ഇന്ന് മുതൽ ഈ ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ചിന്, ഈ ചർച്ചിന്റെ കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇവര് ഈ സമയത്ത് വിതയ്ക്കുന്ന സമയത്ത്, ഇനി വരുന്ന ദിവസങ്ങളിൽ വിതയ്ക്കുന്ന സമയത്ത് അവർക്കും അവരുടെ കുടുംബത്തിനും ഇന്നുവരെ നടക്കാത്ത ആ വിഷയങ്ങൾ നടക്കട്ടെ. അത് വീടിന്റെ കൺസ്ട്രക്ഷൻ വർക്കാണേലോ, ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങളാണേലോ, ജോലി സംബന്ധമായ ആവശ്യങ്ങളാണേലോ, ശാരീരിക സംബന്ധമായ ആവശ്യങ്ങളാണേലോ, കർത്താവെ അവരുടെ വിശ്വാസത്തിന് നീ നല്ല ഒരു പ്രതിഫലം കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, നന്ദി എൻ്റെ പ്രാർത്ഥന കേട്ടതിനായി. ഞങ്ങളുടെ കർത്താവും തമ്പുരാനും ദൈവമായ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തട്ടെ. നോർത്ത് ഇന്ത്യ യേശു കർത്താവിന്റെ സ്നേഹം അറിയട്ടെ. ഈ നിൽക്കുന്ന വില്ലേജ് ഇവരെല്ലാം കർത്താവിനെ അറിയട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഗൂഗിൾ പേ നമ്പറുണ്ട്, മറ്റുള്ള പല ഡീറ്റെയിൽസ് ഫോൺ ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, എങ്ങനെ ഞങ്ങളുടെ കൂടെ നിൽക്കാമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഫോണിൽ കൂടെ ഡിസ്കസ് ചെയ്യാം. വാട്സപ്പ് ഉണ്ടെങ്കിൽ ഒരു വാട്സപ്പ് ഇട്ടാലും മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബൈ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവവും സാമർഥ്യമുള്ള നാമത്തില് ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും സ്വാഗതം. यीशु मसीह के प्रेम भरे नाम से, दया भरे नाम से, उसके सामर्थ भरे नाम से मैं आप सबका स्वागत करना चाहता हूँ यीशु में समृद्धि के आज के इस एपिसोड में. എൻ്റെ പേര് പാസ്റ്റർ ഹരീഷ്, ഇത് പാസ്റ്റർ രതി. ഞങ്ങൾ രണ്ടും യേശു കർത്താവിന്റെ സുവിശേഷ വേല ഡൽഹിക്കടുത്തുള്ള ഫരീദാബാദിൽ ചെയ്യുന്നു. और इनका नाम पास्टर हरीश है, मेरा नाम पास्टर रति है. हम दोनों मिलके फरीदाबाद में, जो दिल्ली के बहुत नजदीक है, वहां पे सेवकाई करते हैं. ഞങ്ങളുടെ ചർച്ച് ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ച്
ഫരീദാബാദിലാണ്. ഞങ്ങളുടെ ചർച്ചിന് മിനിസ്ട്രിക്ക് നോർത്ത് ഇന്ത്യയിലെ യേശു കർത്താവിൻ്റെ സുവിശേഷ വേല വളരാൻ വേണ്ടി, കർത്താവിൻ്റെ രാജ്യം വളരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്യുക. और हमारे कलीसिया का नाम टेम्पल ऑफ द मोस्ट हाई गॉड चर्च है जो फरीदाबाद में है। तो मैं आपसे निवेदन करता हूँ, मेरे लिए, मेरे परिवार के लिए, कलीसिया की बढ़ोतरी के लिए, सारे मिनिस्ट्रीज के लिए आप प्रार्थना कीजिएगा, अपने प्रार्थना में हमें रखिएगा। ഈ എപ്പിസോഡ് കഴിഞ്ഞ് കോൾ ചെയ്യുക, ഞാൻ പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ ടീം പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം, പേര്, സ്ഥലപ്പേര്, ഒരു വോയിസ് റെക്കോർഡ് പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടാൽ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സുകൾ തന്നുകൊണ്ടിരിക്കാം. വാട്സപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാട്സപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ വാട്സപ്പിൽ ഡീറ്റെയിൽസ് ഇട്ടാൽ മതി. വാട്സപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. और इस एपिसोड के बाद आपका कोई भी प्रार्थना विषय है तो नीचे दिए गए नंबर पे, जो प्रेयर लाइन नंबर है, उस पे आप कॉल कर सकते हैं, या आप व्हाट्सएप अगर यूज़ करते हैं तो व्हाट्सएप पे आप अपने प्रार्थना विषयों को वॉइस रिकॉर्ड करके या टाइप करके उसमें भेज सकते हैं, और मैं आपके लिए प्रार्थना करके वापस एक वॉइस रिकॉर्ड आपके लिए भेजूंगा। ഇന്നത്തെ ഈ വിഷയം നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു പേനയും പേപ്പറും എടുത്ത് ബൈബിളിൻ്റെ കൂടെ പെട്ടെന്നിരിക്കണം, 1 മിനിറ്റിനുള്ളിൽ ഇരിക്കണം. കാരണം ഇന്നത്തെ ഒരു വിഷയം വളരെ ആവശ്യം വരും. വളരെ ചർച്ചുകളിൽ അധികം പ്രീച്ച് ചെയ്ത് അധികം ആളുകൾക്ക് മനസ്സിലാകാത്ത ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. और आज का संदेश शुरू होने से पहले मैं आपको ये बताना चाहता हूँ, एक पेन, एक पेपर और अपने बाइबल को साथ लेके बैठिएगा, क्योंकि आज का विषय, आज का संदेश बहुत ही महत्वपूर्ण है और आप लिख सकते हैं, क्योंकि बहुत सारे कलीसियाओं में ये इस टॉपिक के ऊपर बात नहीं किया जाता, सिखाया नहीं जाता। तो आज जो मैं संदेश आपको देने जा रहा हूँ वो आपका जीवन, आपकी पीढ़ियों का जीवन बदल सकता है। जनरेशनल ब्लेसिंग्स एंड जनरेशनल कर्सेस, पीढ़ियों की जो आशीष है और पीढ़ियों के जो श्राप हैं। നിങ്ങളുടെ ലൈഫിൽ പലപ്പോഴും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണും, എൻ്റെ ലൈഫിൽ ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു? കണ്ടിന്യൂസ് ആയി ചില പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, ബിസിനസ്സിലെ പ്രശ്നങ്ങൾ, ജോബിലെ പ്രശ്നങ്ങൾ, ഫാമിലി പ്രശ്നങ്ങൾ, ഇതെന്താണ് എൻ്റെ ലൈഫിൽ? ചില സമയത്ത് നിങ്ങൾ മുടി പിടിച്ച് വലിക്കുമായിരിക്കും, എന്താ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? യേശുവിനെ അറിഞ്ഞതിന് ശേഷവും ഈ ലൈഫിൽ എന്താ എൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നടക്കുന്നത്? നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് ഉത്തരം കാണത്തില്ല, നിങ്ങളുടെ പാസ്റ്റിന് ഉത്തരം കാണത്തില്ല, ചർച്ചിന് ഉത്തരം കാണത്തില്ല. പക്ഷേ നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിച്ചു കഴിയുമ്പോൾ ഇന്ന് നല്ല രീതിയിൽ ഇത് ഒരു 3-4 എപ്പിസോഡുകളിൽ കൂടെ പോകും. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യണം. അന്നേരം നിങ്ങൾക്ക് പല അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ ഇഷ്യൂ അറിഞ്ഞ് നിങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ നിന്ന്, ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അപ്പം ശ്രദ്ധയോടിരുന്ന് ഇന്നത്തെ ഈ വചനം കേൾക്കുക. എൻ്റെ വിശ്വാസമാണ് നിങ്ങൾ പേപ്പർ എടുത്തെന്ന്. ആ പേപ്പറിൻ്റെ 2 കോളമാക്കി അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അച്ഛൻ്റെയും അമ്മയുടെയും, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര്, അതിന് തൊട്ട് മേളിലായി നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേര്, അതായത് നിങ്ങളുടെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മ, നിങ്ങളുടെ അച്ഛൻ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, നിങ്ങളുടെ അച്ഛൻ്റെ സൈഡിൽ നിന്നുള്ളത് പേര് എഴുതുക. और मेरा विश्वास है आपने पेन और पेपर ले लिया है। उस पेपर के ऊपर आप हाफ में एक कॉलम बना लीजिएगा और लेफ्ट साइड में अपने माता और पिता का नाम लिखिएगा, और माता और पिता के नाम के ऊपर जो आपके दादा हैं और दादी का नाम उसके ऊपर लिखिएगा। लेफ्ट साइड में आपके माता पिता का नाम और ऊपर दादा दादी का नाम। അതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ അമ്മയുടെ പേര് എഴുതുക. നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര് നിങ്ങൾ എഴുതി. അമ്മയുടെ അച്ഛൻ്റെ അമ്മ എന്ന് വെച്ചാൽ അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അപ്പൂപ്പൻ അമ്മൂമ്മ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ വേറെ പേരുണ്ട്, ഇംഗ്ലീഷിലും ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ എന്നേ പറയത്തുള്ളൂ. പക്ഷേ ഇതിൽ അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര് എഴുതുക, അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര് എഴുതുക. और राइट साइड में दाई और में आपने लिखना है अपने मम्मी का नाम, अपने माताजी का नाम, उसके ऊपर नाना और नानी का नाम आप लिखिएगा। എഴുതി കഴിഞ്ഞിട്ട് ഈ 2 സൈഡിലും നിങ്ങളുടെ അച്ഛൻ്റെ നിങ്ങളുടെ അച്ഛൻ്റെ ലെഫ്റ്റ് സൈഡിൽ അച്ഛൻ്റെ എത്ര ആങ്ങള പെങ്ങളമാരുണ്ട് അവരുടെ എല്ലാം പേര് എഴുതി പോവുക, അവരുടെ മക്കളുടെ പേര് എഴുതി പോവുക. और अभी लेफ्ट साइड में आपने अपने दादा के बारे में लिखा, उसमें लिखना है कि आपके दादा के कितने बेटे थे और उनके कितने बच्चे थे, वो लिखते हुए जाइएगा. എന്ന് വെച്ചാൽ നിങ്ങളുടെ അച്ഛൻ്റെ ആങ്ങള പെങ്ങടമാരുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും അമ്മയുടെയും ആങ്ങള പെങ്ങടമാരുടെ എല്ലാം ഡീറ്റെയിൽസ് എഴുതുക, അവരുടെ മക്കളുടെ ഡീറ്റെയിൽസ് എഴുതുക. വെച്ചാൽ നിങ്ങളുടെ കസിൻസ്, ബ്രദേഴ്സ്, കസിൻസ്, സിസ്റ്റേഴ്സ്, അവരുടെ എല്ലാം പേര് എഴുതി പോവുക, നിങ്ങൾക്ക് ഓർമ്മയുള്ളതെല്ലാം. और दाएं और में आपने लिखना है आपके मम्मी की ओर से जो नाना नानी की जो पीढ़ियां हैं उनके नाम लिखना है, आपके कजिन्स के नाम, जितनी पीढ़ियां हैं सबके आपने नाम लिखने हैं उसमें. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ ഒരു ഹിസ്റ്ററി, ഒരു ഡാറ്റ എല്ലാവരുടെയും പേര് സഹിതം ഒരു ഷീറ്റിൽ വന്നു, ആ ഫ്രണ്ട് ഷീറ്റിൽ വന്ന് കാണും. ഒരു
25-30 അടുത്ത് യൂഷ്വലി ഒരു ഫാമിലിക്ക് ഇത്രയും റിലേറ്റീവ്സ്, ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് എന്ന് പറയാവുന്ന ഇത്രയും പേരുടെ പേരായി കാണും രണ്ട് സൈഡിൽ നിന്നും. और अभी जब आपने सबका नाम लिख लिया, कम से कम 25 से 30 लोगों के नाम आपने उस शीट पे लिख लिया होगा, और क्योंकि परिवार बड़ा होता है तो इतने लोगों का नाम आपने लिख लिया होगा, अपने दादा की ओर से, अपने नाना की ओर से, अपने दादी की ओर से, अपने नानी की ओर से, जितना भी है आपने पूरा नाम लिखना उसमें. ഇനി ഞാൻ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നു. ആ ക്വസ്റ്റ്യൻസ് മറ്റുള്ള സൈഡിൽ എഴുതിയിട്ട് പറയാൻ പോകുന്ന മറ്റുള്ള സൈഡിൽ എഴുതിയിട്ട് TV എപ്പിസോഡാണ്, അരമണിക്കൂറിന് മേളിൽ ചെയ്യാനും പറ്റത്തില്ല, ചെയ്യാനുള്ള കാശില്ല ഇപ്പം ഇന്നത്തെ സമയത്ത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് 1-2 മണിക്കൂർ ഈ സബ്ജക്റ്റ് തന്നെ ഇതിൽ ചെയ്തുകൊണ്ടിരുന്നേനെ. അതുകൊണ്ട് കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് എഴുതി അതിൽ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുക. और अभी मैं कुछ प्रश्न आपसे पूछूंगा, वो प्रश्न का जवाब आपने लिखते रहना है, क्योंकि हमारे पास सिर्फ आधा घंटे का स्लॉट है. मैं चाहता हूं कि एक ही स्ट्रेच में मैं कर पाऊं, परंतु क्योंकि फाइनेंसेस की कमी के कारण हम एक स्ट्रेच में नहीं कर सकते. तो जल्दी से जल्दी हम लिखेंगे, आज के प्रश्नों को लिखेंगे, उसका उत्तर आप देंगे. फिर അതിൽ എത്ര പേര് എപ്പോഴും അസുഖങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്? उसमें पहला प्रश्न है, आपके परिवार में, आपकी पीढ़ियों में कितने लोग बीमार थे? എത്ര പേര് കള്ളുകുടി എന്ന് വെച്ചാൽ ആൽക്കഹോൾ അഡിക്ഷൻ, സിഗരറ്റ്, മറ്റുള്ള അഡിക്ഷൻസ്, സബ്സ്റ്റൻസ് അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ, അങ്ങനെയുള്ള അഡിക്ഷൻസ് ഉള്ളവർ എത്ര പേരുണ്ട്? कितने लोग शराब पीते हैं या अलग अलग जैसे स्मोकिंग करते हैं, अलग अलग चीजों का सेवन करते हैं जो गलत है, उसके बारे में आपने लिखना है. എത്ര പേര് പ്രിമച്വർലി മരിച്ചുപോയി എന്ന് വെച്ചാൽ 60 വയസ്സ് എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേര് മരിച്ചുപോയി? कितने लोग जवानी में मर चुके हैं, मतलब 60 साल से पहले ही वो मर चुके हैं, वो लिखिएगा. എത്ര പേര് നിങ്ങളുടെ കുടുംബത്തിൽ ഹാൻഡിക്യാപ്പായി എന്ന് വെച്ചാൽ വികലാംഗരായി? എത്ര പേര്, എത്ര കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്, എത്ര പേര് വികലാംഗരാണ്? और उसमें ये लिखिएगा कितने लोग आपके जनरेशन में वो विकलांग हुए, वो हैंडीकैप्ड हैं. എത്ര പേരുടെ കരിയർ, ജോലി ശരിയായിട്ടില്ല, വയസ്സായിട്ട് 40-45 വയസ്സായിട്ടും ജോലി ശരിയായിട്ടില്ല, സാമ്പത്തിക അനുഗ്രഹങ്ങളില്ല. എത്ര പേരുടെ ബിസിനസ് ഫെയിലിയർ ആയിട്ടുണ്ട്, ബിസിനസ് ബാങ്ക്രപ്റ്റ് ആയിട്ടുണ്ട്, പണിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അങ്ങനെയുള്ള എത്ര പേരുണ്ട്? कितने लोग, उनका जॉब कभी सेटल नहीं हुआ, उनका बिजनेस कभी सेटल नहीं हुआ, 45 से नीचे ही हैं, परंतु उनका जॉब, उनका बिजनेस कभी भी सेटल नहीं हुआ, फाइनेंशियल प्रॉब्लम्स में वो रहे, स्ट्रगल्स में, फाइनेंशियल स्ट्रगल्स में वो रहे. कितने लोग हैं? എത്ര പേർക്ക് സ്വന്തം വീടില്ല? എത്ര പേര് വാടക കെട്ടിടങ്ങളിൽ താമസിക്കുന്നു? कितने लोगों के पास अपना घर नहीं है, वो किसी किराए के घर में, मकान में रह रहे हैं. എത്ര പേര് ക്രിമിനൽസ് ആണ്? കേസുകളിലും മറ്റുള്ള കോടതി പ്രശ്നങ്ങളിലും എത്ര പേര് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പം? कितने लोग क्रिमिनल्स हैं जो जेल में हैं या कोर्ट कचहरी के चक्कर में पीछे भाग रहे हैं. എത്ര പേർക്ക് കുഞ്ഞുങ്ങളുടെ അനുഗ്രഹമില്ല, അതായത് മക്കളുടെ അനുഗ്രഹമില്ല, ബാരനായിട്ടിരിക്കുന്നു? എത്ര പേരുണ്ട് അങ്ങനെ? कितने लोगों को बच्चों की आशीष नहीं है, वो बांझ है, वो लिखिएगा. എത്ര പേര് വിഡോ ആയി കഴിയുന്നു നിങ്ങളുടെ കുടുംബത്തിൽ? എത്ര പേർക്ക് ഹസ്ബൻഡ് ഇല്ല അല്ലെങ്കിൽ വൈഫ് ഇല്ല? അങ്ങനെയുള്ളവർ എത്ര പേരുണ്ട്? कितने लोग हैं जिनका पति नहीं है या पत्नी नहीं है, वो विधवा है, वो लिखिएगा. എത്ര പേര് ആക്സിഡന്റിൽ മരിച്ചു, റോഡ് ആക്സിഡന്റിൽ മരിച്ചു, പാമ്പ് കടിച്ചു മരിച്ചു, എന്തെങ്കിലും തലയിൽ വന്ന് വീണ് മരിച്ചു, തേങ്ങ വീണ് മരിച്ചു, അങ്ങനെയുള്ളവർ എത്ര പേര് നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്? कितने लोग एक्सीडेंट्स में मर गए, जैसे किसी को सांप काट लिया या गाड़ी के द्वारा मृत्यु हो गई या नारियल सर पे गिर के वो मर गए. कितने लोगों की मौत हुई वैसे? അനലൈസ് ചെയ്യുക. എത്ര പേര് സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തവരുണ്ട്? कितने लोगों ने सुसाइड किया? എത്ര പേര് മറ്റുള്ള ഷുഗർ, ക്രോണിക് കാർഡിയാക് ഡിസീസ്, അങ്ങനെയുള്ളവർ എത്ര പേരുണ്ട്? വാദസംബന്ധമായ അസുഖങ്ങളുള്ള നിങ്ങൾ എത്ര പേരുണ്ട്? ഒന്ന് ലിസ്റ്റ് എടുത്ത് ഇതിന്റെ എല്ലാം. और कितने लोगों को शुगर की बीमारी है, जैसे डायबिटीज है, कितने लोगों को अस्थमा की बीमारियां है या अलग अलग प्रकार की बीमारियां हैं, वो भी लिखिएगा. ഈ ഫൈൻഡിങ്സ് നിങ്ങളെ ഷോക്ക് ചെയ്യും. നിങ്ങൾ അത് ഒബ്സർവ് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കസിൻസിന്റെ കുടുംബത്തില്, റിലേറ്റീവ്സിന്റെ കുടുംബത്തില്, ഫാമിലി കുടുംബത്തില് അറ്റ്ലീസ്റ്റ് 3-4 പേർക്ക് നിങ്ങൾക്ക് നോക്കും സെയിം കാര്യങ്ങൾ, സെയിം പ്രശ്നങ്ങൾ, ചിലപ്പോൾ സെയിം അനുഗ്രഹങ്ങൾ കാണും, ചില സെയിം പ്രശ്നങ്ങൾ കാണും. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ? അതിന്റെ കാരണം ഞാൻ പറയാം. और अभी जब आपने सब कुछ लिख लिया, आपने लिखने के बाद आप शॉक हो चुके होंगे ये जान के कि आपको जो समस्या हो रही है वो आपके पीढ़ियों में या आपके कजिन्स भी वही सेम समस्या से जा रहे हैं. तो जल्दी से लिखिएगा और मैं आगे आपको बताऊंगा कि क्यों हो रहा है ये. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തോ ഇതിന്ന് പുറത്തു വരണോ? അടുത്ത 2-3-4 എപ്പിസോഡുകളിൽ കൂടെ ഞാൻ നിങ്ങളെ ഇതിന് പുറത്തു വരാനും അനുഗ്രഹം നിറഞ്ഞ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയുള്ള പല പല കാര്യങ്ങളും കർത്താവിന്റെ വചനത്തിൽ നിന്ന് പഠിപ്പിക്കുന്നതായിരിക്കും.
और आगे 3-4 एपिसोड्स में मैं आपको सिखाऊंगा कि आपके जनरेशन में जो श्राप है उसके बारे में बताऊंगा और हम सीखेंगे कि उस श्राप में से हम कैसे बाहर निकल सकते हैं परमेश्वर के वचन के द्वारा. അത് അഥവാ നിങ്ങൾ മിസ്സായി രണ്ടാമത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ NIT ചർച്ചിന്റെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആയിരിക്കും. എനിക്ക് ഈ പറഞ്ഞ നമ്പറിൽ കോൾ ചെയ്താൽ ഞാനുള്ള ലിങ്ക് അയച്ചു തരാം. और अगर आपने कोई भी एपिसोड बीच में मिस किया तो नीचे दिए गए नंबर पे आप व्हाट्सएप या कॉल करके बता सकते हैं. और या तो आप NIT चर्च के यूट्यूब चैनल पे जाइएगा और वहां पे आपको ये एपिसोड वहां पे मिलेगा. ഇതുവരെ ചെയ്തു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലെ ശാപങ്ങളെ കുറിച്ച്, കഴ്സിനെ കുറിച്ച്, പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കൊരു ചാർട്ട് കാണാം. രണ്ട് ഫാമിലിയെ കുറിച്ചുള്ള കമ്പാരിസൺ. അവരുടെ 200 വർഷത്തെ ഡാറ്റ എടുത്ത് സയന്റിഫിക്കലി റിസർച്ച് ചെയ്തുള്ള ഒതന്റിക് ആയിട്ടുള്ള രണ്ട് ഫാമിലികളുടെ ഡാറ്റ ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. और अभी आपने लिख लिया होगा सबके बारे में, क्वेश्चंस आपने जवाब दे दिया मेरा विश्वास है. और इस टाइम आपके स्क्रीन में एक चार्ट आ रहा है. हम देखेंगे कि दो परिवार के पीढ़ियों के बारे में हम देखेंगे कि उनके परिवार में कौन सा श्राप एक्टिवेट हो रहा था. तो जो चार्ट आपको दिख रहा है, जो स्लाइड आपको दिख रहा है, उसको आप देख सकते हैं. ആദ്യത്തെ ഒരു ശാപം കിട്ടിയ ഒരു ഫാമിലിയെ കുറിച്ച് ഉള്ള ഒരു ഡാറ്റയാണ് ഇപ്പൊ എന്റെ സ്ക്രീനിൽ കാണുന്ന ഈ ഡാറ്റ. ശാപം കിട്ടിയ ഫാമിലിയെ കുറിച്ച് ഇംഗ്ലീഷിലാണ് എഴുതി കാണിക്കുന്നത്, എന്നാലും ഞാൻ പറഞ്ഞു പോവാം. ശാപം കിട്ടിയ ഒരു ഫാമിലിയെ കുറിച്ചുള്ള ഒരു ഡാറ്റ. അയാളുടെ പേരാണ് മാക്സ് ജൂക്സ്. और जो पहला जो स्लाइड हम देख रहे हैं वो पहले परिवार के बारे में है जो श्रापित परिवार था, उसका नाम था मैक्स जूक्स. तो आपके स्क्रीन में दिखाई दे रहा है, इंग्लिश में है वो. मेरा विश्वास है कि आप सब पढ़ सकते हैं. ഈ മാക്സ് ജൂക്സിന്റെ കുടുംബത്തിലെ 200 വർഷത്തെ ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ ഇവർ രണ്ടും യേശുവിനെ അറിഞ്ഞ കുടുംബമല്ലായിരുന്നു. ഇവർ ഹസ്ബൻഡ് വൈഫ്, രണ്ട് കുടുംബമല്ല, ഹസ്ബൻഡ് വൈഫ് യേശുവിനെ അറിയത്തില്ലായിരുന്നു. 560 പേര് ഇവരുടെ കുടുംബത്തിൽ നിന്ന് അടുത്ത 200 വർഷം 560 കുഞ്ഞുങ്ങളുണ്ടായി. മക്കളും മക്കളൊക്കെ എല്ലാം കൂടെ കൂട്ടി. और ये मैक्स जूक्स का जो परिवार है उसमें 560 उनके वंश निकले. और हम जो अभी देख रहे हैं वो 200 पीढ़ियों के बारे में हम पढ़ रहे हैं. मैक्स 200 साल का 200 ഇയേഴ്സിന്റെ 200 വർഷത്തിന്റെ. അതിൽ 310 പേര് പോവർട്ടിയിലായിരുന്നു, എന്ന് വെച്ചാൽ പട്ടിണിയിലായിരുന്നു. അവരുടെ ലൈഫിൽ അനുഗ്രഹങ്ങളില്ലായിരുന്നു സാമ്പത്തിക. 560 പേരുണ്ടായാൽ 310 പേരുടെ ലൈഫ്, 310 കുടുംബാംഗങ്ങൾ 200 വർഷത്തെ അവര് പട്ടിണിയും പരവശമായിട്ട് നടക്കുമായിരുന്നു. और उसमें से 310 जो लोग थे वो गरीबी में थे. उनके पास खाने के लिए भी कुछ नहीं था, इतने गरीबी में थे वो. 150-ലധികം ആളുകള് ക്രിമിനൽ കുറ്റങ്ങൾക്ക് ജയിലിൽ അടയ്ക്കപ്പെട്ടു. 150-ലധികം ആളുകൾ. और 150 लोग अपराधी व्यक्ति निकले. 100 പേര് മദ്യപാന അഡിക്റ്റായി നശിക്കപ്പെട്ടവരായിരുന്നു. അതിൽ 100 പേര്. और 100 लोग दारूबाज निकले उसमें से. അതിൽ 7 പേര് മർഡർ കുറ്റത്തിന് അറസ്റ്റ് ആയവരായിരുന്നു. 7 പേര് മർഡർ കുറ്റത്തിന്. और 7 लोग उसमें से खूनी निकले. അതിൽ അധികം ഇവരുടെ 560 പെണ്ണുങ്ങൾ എത്ര ഉണ്ടെന്ന് ഡീറ്റെയിൽ ഇല്ല. പക്ഷെ അതിൽ പെണ്ണുങ്ങളുള്ളതിൽ ഭൂരിപക്ഷം ഒരു 70% പ്രോസ്റ്റിറ്റ്യൂട്ട്, വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടവരായിരുന്നു. और इनके वंश के बारे में कितनी औरतें थी ये नहीं बताया, परंतु उनके वंश में कम से कम 70% जो लड़कियां थी या महिलाएं थी वो वैश्या निकली. ആ കുടുംബം 1990-കളിൽ ആ കുടുംബം ന്യൂയോർക്ക് സിറ്റിയില് അവര് 1.5 ദശലക്ഷം മില്യൺ എന്ന് വെച്ചാൽ അന്നത്തെ സമയത്ത്, ഇന്നത്തെ ഇത് കാൽക്കുലേറ്റ് 7-8 കോടി രൂപ, പക്ഷെ ഒരു 10-20 കോടി രൂപ നമുക്ക് ഇൻഫ്ലേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ അത്രയും ഗവൺമെന്റിന് ദേശത്ത് നാശനഷ്ടങ്ങൾ വരുത്തി വെച്ച ഒരു കുടുംബമായിരുന്നു അവരുടേത്. और उस टाइम जब ये स्टैटिस्टिक्स देखा गया था तो कम से कम 7 से 8 करोड़ को उन्होंने नुकसान किया उस देश के लिए. ഇവര് ശാപം കിട്ടിയ ഫാമിലി. നമ്മൾ ജനറേഷണൽ കഴ്സസ്, ജനറേഷണൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ഫാമിലി ശാപം കിട്ടി. ഇനി അനുഗ്രഹം കിട്ടിയ ഒരു ഫാമിലിയെ കുറിച്ച് പറയാം. ഇതൊരു പാസ്റ്ററിന്റെ, ഒരു ദൈവവേല ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ കുടുംബമാണ്. യേശു കർത്താവിനെ അറിയുന്ന, മറ്റേ മാക്സ് ജൂക്സിന് അറിയത്തില്ലായിരുന്നു. ഇത് യേശു കർത്താവിനെ അറിയുന്ന അനുഗ്രഹം കിട്ടിയ ഒരു കുടുംബത്തിന്റെ സ്റ്റോറി ഞാൻ പറയാം. और अभी हम दूसरे परिवार के बारे में सीखेंगे. जो पहला परिवार था मैक्स जूक्स का, वो परमेश्वर यीशु मसीह की आराधना नहीं करता था, परंतु जो दूसरा परिवार जो है वो आशीषित परिवार था, जो परमेश्वर के पीछे उसके वचन के अनुसार चलता था. वो व्यक्ति जो था परमेश्वर का एक दास भी था. അദ്ദേഹത്തിന്റെ പേരാണ് ജോനഥൻ എഡ്വേർഡ്. और उनका नाम है जॉनथन एडवर्ड. ഇദ്ദേഹത്തിന്റെ 200 വർഷത്തെ ഡാറ്റ എടുത്ത സമയത്ത് 1394
കുഞ്ഞുങ്ങളും മക്കളും മക്കളുടെ മക്കളും അദ്ദേഹത്തിന്റെ വംശാവലിയിൽ വന്നു. 1394. മറ്റേ അയാൾ 560 സംതിങ് ഉള്ളായിരുന്നു, 500-ലധികം. ഇത് 1394, ഓൾമോസ്റ്റ് ഡബിള് അധികം മക്കളും മക്കളുടെ മക്കളെയും കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. और इनके जो पीढ़ियों के बारे में देखा, जो 200 साल से अधिक जो पीढ़ियों के बारे में देखा, उनके पीढ़ियों में कम से कम 1300 से ज्यादा उनकी पीढ़ियां निकली. जो हमने पहला परिवार देखा था जो मैक्स जूक्स का था, उनके परिवार में सिर्फ 560 लोग थे, परंतु जॉनथन एडवर्ड के परिवार में 1300 से अधिक थे. मतलब उससे मतलब है कि डबल से ज्यादा है वो. ഇതിൽ 294 ആളുകൾ കോളേജ് ഗ്രാജുവേറ്റ്സ് ആയിരുന്നു. 294. और 290 से ज्यादा कॉलेज ग्रेजुएट्स निकले उनकी पीढ़ी में से. എന്ന് വെച്ചാൽ നല്ല പഠിത്തമുള്ള നല്ല എഡ്യൂക്കേഷൻ ഉള്ള ഫാമിലി ആയിരുന്നു അവരുടേത്. इसका मतलब बहुत ही एजुकेटेड और पढ़ाई में बहुत ही अच्छे परिवार के थे. അതിൽ 13 പേര് കോളേജിന്റെ ഡീൻ, കോളേജിന്റെ പ്രിൻസിപ്പൽസ് ആയിരുന്നു. और उसमें 13 लोगों से ज्यादा कॉलेज के अध्यक्ष निकले. 30 പേര് ജഡ്ജസ് ആയിരുന്നു. 30 लोग न्यायाधीश थे. ഒരാൾ സുപ്രീം കോടതി ജഡ്ജായി ആ ദേശത്തിന്റെ. एक व्यक्ति न्याय विद्यालय का अध्यक्ष निकला. 80 പേര് വളരെ ഗവൺമെന്റ് ജോബിൽ വളരെ ടോപ്പ് പൊസിഷനിൽ എത്തിയവരായിരുന്നു. और 80 लोग ऊंचे पद के सरकारी नौकरी में थे. 65 പേര് കോളേജിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊസിഷൻസ് ഹാൻഡിൽ ചെയ്തു. और 60 से ज्यादा लोग कॉलेज के प्रिंसिपल्स निकले. 75-ലധികം പേര് ആർമിയിലെ ഡിഫൻസിലെ വളരെ ഇമ്പോർട്ടന്റ് പോസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ വന്നു. और 70 से ज्यादा सेना के अधिकारी निकले उसमें से. 100-ലധികം യേശു കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ പുറത്തു വന്നു ആ और കുടുംബത്തിൽ. 100 से ज्यादा परमेश्वर के वचन को सिखाने वाले परमेश्वर के दास उसमें से निकले. 100-ലധികം വക്കീലന്മാർ വന്നു അവരുടെ കുടുംബത്തിൽ നിന്ന്. और 100 से ज्यादा वकील उनके पीढ़ियों में से निकले. അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരു അമേരിക്കൻ വൈസ് പ്രസിഡന്റും ഇറങ്ങി വന്നു. और उनके पीढ़ी में से, उनके जनरेशन में से अमेरिका का वाइस प्रेसिडेंट भी निकल के आया. ഒരാൾ പോലും കോടതി പോയില്ല, ഒരാൾ പോലും ദേശത്തിന് ശാപമായി മാറിയില്ല. और कोई भी एक व्यक्ति भी उनके पीढ़ियों में से कोर्ट कचहरी के पीछे नहीं गया, खूनी नहीं निकला. ഞാൻ പറയാൻ വന്നത് നിങ്ങൾക്ക് ആരുടെ ഫാമിലി ആകണം, നിങ്ങളുടെ ജനറേഷൻ എങ്ങനെയുള്ള ഫാമിലി ആകണം. और मैं आपसे ये पूछा जाता हूँ कि आपको और आपके परिवार को कैसा परिवार बनना है. दोनों में से ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ബ്ലെസ്സിങ്സ് റൺ ഇൻ ദ ഫാമിലി, കഴ്സസ് റൺസ് ഇൻ ദ ഫാമിലി. और जो मैं अभी वाक्य बोलने जा रहा हूं उसको बहुत ही कान खोल के सुनना कि जो आशीष है वो पीढ़ियों में बहती है और जो श्राप है वो भी पीढ़ियों में बहती है. എബ്രഹാമിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു, ഐസക്കിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടായിരുന്നു, ജേക്കബിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. നിങ്ങൾക്ക് എബ്രഹാം, ഐസക്, ജേക്കബിന്റെ പോലെയുള്ള കുടുംബം ആകണോ അതോ ശാപം കിട്ടിയ കുടുംബമാണോ? अब्राहम, आइजैक और यूसुफ का जो पीढ़ी था वो आशीषित परिवार था. तो आपको कैसा परिवार होना है, आशीषित या श्रापित परिवार? ഇത് ഇന്നത്തെ എപ്പിസോഡ് ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. ബാക്കിയുള്ള അടുത്ത ദിവസങ്ങളിൽ വരുന്ന എപ്പിസോഡുകൾ കണ്ടുകൊണ്ടിരിക്കുക. ഏതെങ്കിലും എപ്പിസോഡ് മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ലിങ്കിന് വേണ്ടി എനിക്ക് ഫോൺ ചെയ്യുക, ഞാൻ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടെ അയച്ചു തരാം. ഇത് ഇന്നത്തെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, ആ കോപ്പി എടുത്ത് ഒന്നുകൂടെ തിരിച്ചു മറിച്ച് നോക്കിയിരുന്ന് ആലോചിക്കുക. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് എങ്ങനെ വന്നു, ഇതിന്ന് എങ്ങനെ പുറത്തോട്ട് പോകാം, അനുഗ്രഹം കുറഞ്ഞ കുടുംബമായി എങ്ങനെ മാറാം എന്ന് നമുക്ക് പഠിക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ. और आज का जो एपिसोड है वो सिर्फ इंट्रोडक्शन का एपिसोड था. जो नेक्स्ट 3, 4, 5 एपिसोड जो है वो आप बैठ के एक पेपर और पेन के साथ बैठिएगा. और अगर आपने कोई भी एपिसोड मिस किया हो तो मुझे आप कॉल कर सकते हैं या व्हाट्सएप कर सकते हैं, तो मैं आपको लिंक फॉरवर्ड करूंगा और बैठ के लिखिएगा. मेरा विश्वास है जो आज आपने लिखा आपने समझ लिया कि आपके पीढ़ी में कौन सा श्राप एक्टिवेटेड है. और आगे आने वाले एपिसोड्स में हम सीखेंगे कि कैसे हम इन श्रापों में से मुक्ति पा सकते हैं. वचन के द्वारा हम कैसे श्रापों में से मुक्ति पा सकते हैं. നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച്. എന്റെ കർത്താവും തമ്പുരാനുമായ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ജനറേഷണൽ ബ്ലെസ്സിംഗ്, ജനറേഷണൽ കഴ്സസ് എന്നുള്ള ഈ സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് ബുദ്ധി തരണമേ, സാമർത്ഥ്യം തരണമേ, അനുഗ്രഹം തരണമേ കർത്താവേ. അങ്ങയുടെ കൈകളിലേക്ക് ഈ എപ്പിസോഡുകളെ ഏൽപ്പിച്ച് ലോകത്ത് നിന്ന് കാണുന്ന കോടാനുകോടി ജനങ്ങളെ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. ഇത് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറണമേ. ഞങ്ങൾക്ക് പുതിയ റെവലേഷൻസ്, അനുഗ്രഹങ്ങൾ തരണമേ കർത്താവേ. അഭിഷേകം ചെയ്യുന്നു, അനുഗ്രഹം ചെയ്യുന്നു കാണുന്നവരെയെല്ലാം. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.
बहुत अच्छा, खाने के लिए धन्यवाद। पिछले साल से खाना दे रहे हो, खाना बहुत अच्छा है, इसलिए आपका धन्यवाद। खाने के लिए धन्यवाद। थैंक यू। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീസസ് കിച്ചൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത്? ജീസസ് കിച്ചൻ ഞങ്ങളുടെ ചർച്ചിൻ്റെ ചാരിറ്റി വിങ് ലാസ്റ്റ് ഇയറിൽ 2020 ഏപ്രിലിൽ ലോക്ക്ഡൗൺ സമയത്ത് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ തുടങ്ങി. 250-300 പേർക്കടുത്ത് ഇന്നും ജീസസ് കിച്ചൻ ആഹാരം കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ, ICUകളിൽ, സ്ലമ്മുകളിൽ, അടുത്തുള്ള പല പല ഏരിയകളിൽ പോയി ഞങ്ങൾ ആഹാരം കൊടുക്കുന്നു. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു? കർത്താവിൻ്റെ ഇൻസ്ട്രക്ഷനാണ് നിങ്ങൾ ചെയ്യുക. നമ്മുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊരു ബാങ്ക്വറ്റിൽ ഒരാളെ വിളിക്കുന്ന സമയത്ത്, ഒരു പാർട്ടിയിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങളെ അനുഗ്രഹം തരാൻ പറ്റാത്തവരെ വിളിക്കുക. കാരണം കർത്താവ് നമുക്ക് പബ്ലിക്കലായി റിവാർഡ് ചെയ്യും. അതാണ് ഞങ്ങളുടെ പ്രോമിസ് വേഴ്സ് കർത്താവിൻ്റെ. ജീസസ് കിച്ചനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഇന്ന് സ്ലമ്മുകളിൽ പോകുന്നു, പലയിടത്തും കൊടുക്കുന്നു. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെപ്പോലെ കർത്താവിൽ വിശ്വസിക്കുന്ന, ചാരിറ്റി ചെയ്യാൻ താല്പര്യമുള്ള, നോർത്ത് ഇന്ത്യ അനുഗ്രഹിക്കാൻ താല്പര്യമുള്ള പല ഉദാരമതികളും യേശുവിൻ്റെ നാമത്തിൽ അതിനുവേണ്ടി വിതയ്ക്കുന്നത് കാരണം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ സമയത്ത് നോർത്ത് ഇന്ത്യ വളരെ കോവിഡിൻ്റെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നു. പലരും മെഡിസിൻ കിറ്റുകൾ കൊടുക്കുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ചർച്ചിനെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുന്നു. നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ പാർട്ണറായി നിന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പേരിൽ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് വാരി വിതയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ ചർച്ചിൽ ദശാംശം കൊടുക്കുന്നതിൻ്റെ കൂടെ 1-2% നിങ്ങളെ കൊണ്ട് പറ്റുന്നത് 500 രൂപയോ 5000-ഓ 5 ലക്ഷമോ എനിക്കറിയത്തില്ല. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കുക. കർത്താവിൻ്റെ വചനം നോർത്ത് ഇന്ത്യ അറിയട്ടെ, കർത്താവിൻ്റെ സ്നേഹം നോർത്ത് ഇന്ത്യ അറിയട്ടെ. ഞാൻ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ രക്ഷിക്കപ്പെട്ടത് നോർത്ത് ഇന്ത്യയിലുള്ള ഇവിടെയുള്ള ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ കൂടാണ്. അതുകൊണ്ട് നിങ്ങൾ അയക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? കർത്താവിനെ കുറിച്ച് അറിയാൻ, കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് പറയാൻ, കർത്താവിൻ്റെ സ്നേഹം ആഹാരത്തിൽ കൂടെ, മറ്റു ചാരിറ്റി വർക്കുകളിൽ കൂടെ കാണിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടും. എൻ്റെ കർത്താവേ, ദൈവമേ, യേശുവേ, ഈ സമയത്ത് ജീസസ് കിച്ചന് വേണ്ടിയ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ട്, നോർത്ത് ഇന്ത്യയിലേക്ക് വേണ്ടി വാരി വിതയ്ക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കണമേ. അപ്പാ, എൻ്റെ നാഥ, അവർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഓർത്തു വച്ച് അവർക്ക് അങ്ങയുടെ സ്വർഗീയ ട്രഷറിയിൽ നിന്ന്, സ്വർഗീയ ഭണ്ഡാരങ്ങളിൽ നിന്ന് അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. നന്ദി അപ്പാ, എന്നോട് കൂടെ ഇരിക്കുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ബായ്. പ്രൈസ് ദി ലോർഡ്. കുറച്ച് ഡീറ്റെയിൽസ് കൂടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പ്രസൻറ്റേഷനിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ബായ്. പ്രൈസ് ദി ലോർഡ്.